സാർ, ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പത്മകുമാർ, ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറയുന്നത് പത്മകുമാർ ആരാ, എനിക്ക് അറിയത്ത് പോലില്ല, അങ്ങനെ ഒരാളുണ്ടായിരുന്നോ ശബരിമലയിൽ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ പത്മകുമാർ, പിന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ പേര്, മുരാരി ബാബു, പോറ്റി, അങ്ങനെ എല്ലാവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യാതെ പോയ ഒരാളുണ്ട്. ഈ പോറ്റി ഈ വിഗ്രഹപ്പാളുകളുമായി പോയ ഒരു വീടുണ്ട്, ചെന്നൈയിലെ നടൻ ജയറാമിന്റെ വീട്. അങ്ങനെയാണെങ്കിൽ ഈ വിഗ്രഹം ശബരിമലയിലെ പാളുകൾ കൊണ്ടുപോയി പൂജിക്കുന്ന കാര്യം എന്തുകൊണ്ട് ജയറാം പുറത്ത്, പിന്നീടാണ് പല മാധ്യമങ്ങൾ കണ്ടുപിടിച്ചപ്പോഴാണ് ജയറാം അത് പുറത്ത് പറയുന്നത് തന്നെ. അപ്പോൾ അതുവരെ ജയറാം അത് ഒളിച്ചു വെച്ചു. ഇതിൽ ജയറാമിനെ കൂടെ അന്വേഷണ വിധേയമാക്കണ്ടേ, ജയറാമിന്റെ കൂടി മൊഴി എടുക്കണ്ടേ ഇക്കാര്യത്തിൽ? ജയറാം എങ്ങനെയാണ് ജയറാമിന്റെ വീട്ടിലേക്ക് മാത്രം, എത്രയോ നടന്മാരുണ്ട് മറ്റാരുടെയും വീട്ടിലേക്ക് പോവാതെ ജയറാമിന്റെ വീട്ടിലേക്ക് മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത്? അങ്ങനെയാണെങ്കിൽ പോറ്റിയും ജയറാമും ഈ ദേവസ്വം ബോർഡും ഒക്കെ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം എവിടെയെങ്കിലും മറഞ്ഞു കിടപ്പുണ്ടോ? ധന്യ, ശബരിമലയിലെ പാളികളുടെ കാര്യത്തിൽ വന്ന പാളിച്ചകളും പൊളികളും എല്ലാം പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം. നാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല. അവിടെ പറഞ്ഞതുപോലെ തന്നെ ജയറാമും പ്രതിയാണ്. ജയറാമിന് ആനയുണ്ട്, ശരിയാണ്. ആനകളെ സാധാരണയായിട്ട് അമ്പലങ്ങളിലെ തിടമ്പേറ്റാൻ വേണ്ടി, ദേശദേവതയുടെ തിടമ്പേറ്റിക്കൊണ്ട് നാട് ചുറ്റാനായിട്ട്, ഊരു ചുറ്റാനായിട്ടും ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനും അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് വേണ്ടുന്ന ആറാട്ട് വഴിയുള്ള വരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനുമൊക്കെ അയക്കാറുണ്ട്. അങ്ങനെ ശബരിമലയിലെ തിടമ്പുകളോ അല്ലെങ്കിൽ അവിടുത്തെ പാളികളോ ഒന്നും അങ്ങനെ അയക്കുന്ന ഒരു സാധനമല്ല എന്നറിയേണ്ടിയിരുന്ന, അതിൻ്റെ കോമൺ സെൻസ് ഉണ്ടാവേണ്ടിയിരുന്ന ഒരു താരമാണ്. ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നടനാണ് ജയറാം. ആ ഉത്തരവാദിത്വം അദ്ദേഹവും പാലിച്ചില്ല. ഓരോരോ പൊളികളായിട്ട് പൊളിച്ച് അടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇദ്ദേഹത്തിന് എങ്ങനെയൊരു റാപ്പോ വന്നു? ശബരിമലയിലെ ഭരണസമിതിയുടെ ചുമതലയിലൊന്നുമല്ലാത്ത വെറും ഒരു പരികർമ്മി മാത്രമായിട്ടുള്ള ആള് എങ്ങനെ അവിടുത്തെ പാളികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പുണ്യവസ്തുക്കളും പരിപാവനമായ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്തു മാത്രമുള്ള സാധനങ്ങളുമായിട്ട് ഇങ്ങനെ ഊരു ചുറ്റി നാട് ചുറ്റി സംസ്ഥാനത്തിൻ്റെ അതിർത്തിയും കടന്ന് അപ്പുറത്ത് പോകുന്നു? അങ്ങനൊരു സാധനം സ്വന്തം വീട്ടിലേക്ക് കടത്തുന്നതിന് മുമ്പ്, കൊണ്ടുവരിപ്പിക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ സംഘങ്ങളെയോ, മന്ത്രിയെ തന്നെ ജയറാം വിളിച്ചാലും അപ്പം തന്നെ എടുക്കും. കാരണം അത്ര അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. അല്ലെങ്കിൽ അതിന് സംവിധാനമുണ്ട്. അതൊന്നും ചോദിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ദൈവമായിട്ട് കണ്ട് കൂപ്പുകൈകളോടെ ഇരുമുടിക്കെട്ടേണ്ടി പോകേണ്ട ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന സാധനം ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് പോയി സ്വീകരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അതൊരു അബദ്ധമല്ലേ കാണിച്ചത്? അദ്ദേഹം എല്ലാ ക്ഷേത്രങ്ങളിലും പോകാനുണ്ടല്ലോ, ചെണ്ട കൊട്ടാൻ പോകുന്ന ആളല്ലേ അദ്ദേഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരു ഭക്തനല്ലേ. ഇങ്ങനെ ഒരു വിഭക്തി കാണുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡിനെയും ഗവൺമെൻറ്റിനെയും അറിയിക്കാനുള്ള ഒരു പൗരബോധം അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ ഒരു മനസ്സ് കാണിച്ചില്ല. അതൊരു പ്രമാദമാണ്. അത് ഈശ്വരനോടും ശബരിമല ശാസ്താവിനോടും ഒക്കെ ചെയ്യുന്ന തെറ്റാണ്, ഭക്ത സഹസ്രങ്ങളോടും ചെയ്ത തെറ്റാണ്. ഇവിടെ ശബരിമലയിലെ ആൾക്കാരൊക്കെ പറയുന്നത് എല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു കളഞ്ഞു. ജയറാം അങ്ങനെ ഒരു കള്ളമല്ല, പക്ഷെ ഒരു കോമൺ സെൻസ് ഇല്ലായ്മ അദ്ദേഹം അതിൽ കാണിച്ചു. അതൊരു പാളിച്ചയാണ്. സാർ, അത് കോമൺ സെൻസ് ഇല്ലാതെ നമുക്ക് അങ്ങനെ തീർത്ത് പറയാൻ കഴിയുമോ? കാരണം ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ജയറാം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ചെണ്ട കൊട്ടാൻ പോകുന്നത് പോലെ വലിയ ഭക്തനാണ് ജയറാം. അങ്ങനെ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് ഭക്തരാണ്, പക്ഷെ അറിയപ്പെടുന്നില്ല, നമ്മളൊരു സാധാരണക്കാരാണ്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു പിന്നെ പാളിയോ, ദ്വാരപാലക പാളിയോ അല്ലെങ്കിൽ കഥകോ വാതിൽ പാളിയോ വല്ലതും കൊണ്ടുവരാം എന്ന് ഏതെങ്കിലും ഒരു പോറ്റ് പറയണം, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താ, ക്ഷേത്രത്തിലുള്ളവർ അറിഞ്ഞിട്ടാണോ ഇത് കൊണ്ടുവരുന്നത്? ഇല്ലെങ്കിൽ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി അനുസരിച്ച് ക്ഷേത്രത്തിലുള്ള ഒരു സാധനവും ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല അല്ലെ? ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ വെള്ളയാണി, എനിക്ക് എന്റെ നാട്ടിലെ കാര്യം അറിയാവൂ, ഞങ്ങളുടെ നാട്ടിൽ വെള്ളയാണി ദേവി ക്ഷേത്രം,
വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. 3 വർഷത്തിലൊരിക്കലാണ് ദേവി പുറത്തിറങ്ങുന്നതെന്നാണ് നമ്മുടെയൊക്കെ സങ്കല്പം. 3 വർഷത്തിലൊരിക്കലാണ് ദേവിയെ പുറത്തിറക്കുന്നത്. നാല് ദിക്കും ദേവി സഞ്ചരിക്കുന്നത് 3 വർഷത്തിലൊരിക്കലാണ്. ഈ 3 വർഷത്തിലൊരിക്കൽ ഇറങ്ങുമ്പോൾ 41 വീടുകൾ, 41 കൂടുതൽ വീടുകൾ ഉണ്ടാകും. 4 കരകളിലുമായിട്ട് 41 ഒരുപാട് വീടുകളിൽ കയറും. അതിന് പ്രത്യേകമായ നേരത്തെ നമ്മൾ അനുമതി വാങ്ങണം. അവിടെ വരുമ്പോ ഇന്ന വീടുകൾ എന്നത് പറഞ്ഞു കൊടുക്കണം. അവിടെയൊക്കെ കൊണ്ട് അതും പിന്നെ പോറ്റി അടക്കം അവിടുത്തെ സർവ്വസന്നാങ്ങളും പിന്നെ ഈ വിഗ്രഹത്തിനും ചുറ്റും നിൽക്കും. അല്ല വെറുതെ ഒന്ന് ദേവി വെച്ചിട്ട് പോകുന്നതല്ല. അതും അത്ര പോലും അതും സ്വർണം പൂശിയിരിക്കുന്നതെന്നാണ് വെള്ളേണി അമ്മ എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലും അത്രയും സുരക്ഷിതമായി കൊണ്ടുവരുന്ന ഒരിടത്തേക്ക് അത്ര എല്ലാവരും അറിഞ്ഞ് മേളകളോടെ കൊണ്ടുവരുന്ന ഒരു കാര്യം. പിന്നെ ജയറാമിന്റെ വീട്ടിലേക്ക് ഒരു പോറ്റി ഇതാ പോകുന്ന വഴിക്ക് ഒന്ന് ജയറാമിന്റെ വീട്ടിൽ കയറാം. ഇതെന്താ വിരുന്നാണോ പോകുന്ന വഴിക്ക് കയറാനായിട്ട്? ജയറാമിന്റെ അമ്മാവന്റെ മകൻ വല്ലതും ആ ശബരിമല അയ്യപ്പന്റെ അവിടെ ഇരിക്കുന്ന ദ്വാരപാല വിഗ്രഹങ്ങൾ വല്ലതും പോകുന്ന വഴിക്ക് എന്നാ ജയറാമിന്റെ വീട്ടിൽ ഒന്ന് കയറാം എന്ന് വിചാരിക്കാൻ? അതെ, ജയറാം മനസ്സിലാക്കേണ്ട ശബരിമല മാനുവലി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഒരു ദിവ്യ വസ്തുക്കളും പൗരാണിക വസ്തുക്കളും ആ ശബരിമല സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അവിടെ എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നടത്തേണ്ടത്, ഒരു പുനർനിർമ്മാണം എന്തിൻ്റെയെങ്കിലും ഉണ്ടെങ്കിലും നടത്തേണ്ടത് സന്നിധാനത്ത് തന്നെയാണ്. പുറത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതിൻ്റെ മാനുവൽ അനുസരിച്ച്, മാനുവൽ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഭരണഘടന തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് തന്ത്രിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. തന്ത്രിയും കീഴ്ശാന്തിമാരും മേൽശാന്തിമാരും എല്ലാം നോക്കി നിൽക്കെ ഇതടിച്ചുകൊണ്ട് വെറും പരികർമ്മിയായിട്ടുള്ള മനുഷ്യൻ സ്പോൺസറുടെ വേഷത്തിൽ, അതാണ് ഒരു കപട വേഷം, ഒരു ഇമ്പോസ്റ്റർ ചമഞ്ഞ് യാതൊരു ടെൻഡറും വിളിക്കാതെ ഈ സാധനം കടത്തുന്നതിന്, അതുപോലെ തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തി ധനസമ്പാദനം നടത്തുന്നതിന് ശബരിമല ദേവസ്വം ബോർഡിലുള്ള എല്ലാവരും മാത്രമല്ല അതിനു മുകളിലുള്ളവരും കൂടിച്ചേർന്നുകൊണ്ടുള്ള വലിയൊരു കാർട്ടൽ. ഇത് കോക്കസുമല്ല, കോടതിയെ പറഞ്ഞതാണ് പരാമർശം. കാർട്ടൽ തന്നെയാണ്. ഇവർക്ക് ദേശാന്തര വ്യാപാരികളുമായിട്ട് ആൻറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ സെല്ല് ചെയ്യുന്ന സുഭാഷ് കപൂറിനെ പോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ തന്നെയാണ് കോടതി നിരീക്ഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ ദുബായിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ മാളികകളുണ്ട്, ഒരുപാട് ഭൂസ്വത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിലാണോ എന്നറിയില്ല, നിരന്തര സന്ദർശകനായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ഇപ്പൊ വേറൊന്നും കൂടെ പൊളിഞ്ഞിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രി എന്നുള്ള ഫയലുകളൊന്നും ഇങ്ങോട്ട് വരാറില്ലെന്ന് പറഞ്ഞാൽ ആ ദേവസ്വം എങ്ങോട്ടാ പോകുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി. അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടുകൂടി ഗോ എഹഡ്, വരവ് ചെലവ്, ഈ കാര്യത്തിലുള്ള വരവും ചെലവും അതിൻ്റെ ഹെഡ്സ് ഒന്നും നോക്കാതെ തന്നെ ഗോ എഹഡ് എന്നൊരു കമൻ്റ് ഇട്ട് ആ ഫയൽ അദ്ദേഹം പാസ്സാക്കി ദേവസ്വം ബോർഡിന് അയച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് പച്ചക്കള്ളം പറയുന്നത് ഞങ്ങൾ ദേവസ്വം മന്ത്രി എന്നാൽ ഒരു ചുമതലയില്ല, എല്ലാം ദേവസ്വം ബോർഡെന്ന് പറയുന്നത് ഒരു സ്വയംഭരണ സമിതിയാണ്, അവിടെ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ ദേവസ്വം വകുപ്പ് എന്ന് പറഞ്ഞൊരു മന്ത്രി, അതിന് ഒരു കുറച്ച് പരിവാരങ്ങളും എന്തിനാ, പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ പെൻഷൻ കിട്ടുന്നവരെയും വെച്ചിരിക്കുന്നത് എന്തിനാ? അത് എന്തുവാ, ദുർവ്യയം ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ജി സുധാകരൻ മന്ത്രിയായിരുന്നു, അദ്ദേഹം വിശ്വാസിയൊന്നുമല്ല. ഞാൻ ചോദിച്ചു, അതങ്ങ് വിശ്വാസിയായി കഴിഞ്ഞു? അല്ല, ഞാൻ ഭരണഘടനാ പ്രകാരമുള്ള എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. അദ്ദേഹം എല്ലാ ക്ഷേത്രങ്ങളിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിരുന്നു. അവിടെ കള്ളങ്ങളൊന്നും നടക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. അദ്ദേഹം നിരീക്ഷിച്ചു എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം, നിരീക്ഷണം ഇച്ചിരി കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവിടുത്തെ നടക്കുന്ന പോട്ടിമാരുടെ അടിവസ്ത്രത്തെക്കുറിച്ച് വരെ കമന്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടം വരെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോയിട്ടുണ്ട്. കള്ളന്മാരെ വല്ലതും കണ്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹം പിടിച്ച് ജയിലിലിട്ടേനെ. ഏത് പത്മകുമാറായാലും ശരി, ഏത് കടകംപള്ളി സുരേന്ദ്രനായാലും ശരി, ഏത് എൻ വാസു ആയാലും ശരി, ഭദ്രമായിരുന്നു. വിശ്വാസികളുടെ കയ്യിൽ മാത്രമല്ല, ആ വിശ്വാസികളല്ലാത്ത സുധാകരന്റെ പോലും കൈകളിൽ ഭദ്രമായിരുന്നു. പക്ഷേ നമ്മളെല്ലാം ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രതിപുരുഷനെന്ന് സങ്കല്പിക്കുന്ന തന്ത്രി കള്ളനാണിവിടെ. താന്ത്രി പ്രതിസ്ഥാനത്താണ്. അതുപോലെ തന്നെ മേൽശാന്തിയും കീഴ്ശാന്തിയും സകലമാന ശാന്തിമാരും പ്രതികള്. നമുക്ക് പറയാം, താന്ത്രിയെ നമുക്ക് പിന്നെ വിചാരണ ചെയ്യാം. പിന്നെ താന്ത്രിക വിദ്യയിലൂടെ SIT വല്ലതും പിടിച്ചു കെട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ഒരു പേര് കൂടെ പരാമർശിക്കണം. പലരും പറയും അനന്തഗോപൻ എന്ന് പറയുന്ന
ഇപ്പം പത്മകുമാർ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗമാണല്ലോ. ആ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന അനന്തഗോപൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കള്ളത്തരവും നടത്താൻ അവിടെ അനുവദിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലെത്തും. അദ്ദേഹം അവിടെ മാത്രമല്ല, ഏറ്റുമാരിലും എല്ലാം സന്ദർശനം നടത്തിയ നല്ലൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഭരിച്ചിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ. അങ്ങനെ എത്ര പ്രാക്കുളം ഭാസി, എത്ര പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഭരിച്ച ഒരു പീഠത്തെ മുഴുവൻ മലീമസമാക്കി കഴിഞ്ഞു കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്ത്. പത്മകുമാറിന്റെ വരവോടെ, എൻ വാസുവിന്റെ വരവ്, കള്ളന്മാര്, തീവട്ടി കൊള്ളക്കാർ. അച്യുതാനന്ദനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു തീവട്ടി കൊള്ളയാണ് അവിടെ നടന്നത്. വിശ്വാസമല്ലെങ്കിലും സംശയമൊന്നുമില്ല. അത് കോടതിയെല്ലാം നിരീക്ഷിച്ചു. ഫയലുകൾ ഇതിൻ്റെ പിന്നിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. പച്ചയായിട്ട് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. കടകംപള്ളി സുരേന്ദ്രൻ്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ അത് തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് കടകംപള്ളി പിന്നെ ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുക ഇവിടെ എല്ലാവർക്കും. എൻ വാസു വളരെ നല്ലൊരു മനുഷ്യനാണ്, സത്യസന്ധനാണ്. ആ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കട്ടിൽ കിട്ടി കൊട്ടാരക്കര സബ് ജയിലിൽ. കട്ടിൽ കിട്ടി. അതുപോലെ തന്നെ പത്മകുമാറിനും കുഴപ്പമില്ല ധന്യെ. പത്മകുമാർ എന്ന് പറഞ്ഞ മുൻ എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സബ് ജയിലിൽ നിന്ന് പോക്കറ്റടിക്കാരും ബലാത്സംഗക്കാരും ഒക്കെ കിടക്കുന്നതിനിടയ്ക്ക് ഒന്ന് പുള്ളിയെ പിടിച്ചു പോക്കി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും. അവിടെ ചെന്നാൽ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം പറഞ്ഞല്ലോ, എം വി ഗോവിന്ദൻ പറഞ്ഞല്ലോ, ഇതാരാ അന്വേഷണം നടന്നത്? കേരളത്തിന്റെ പോലീസാ എന്നാണ് അദ്ദേഹം കയറി പറഞ്ഞത്. അല്ലെങ്കിൽ നീയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തിരിച്ചിങ്ങോട്ട് കേസ് കഴിയുമ്പോൾ ഉള്ളു നിന്നെയൊക്കെ കണ്ടോളാം എന്നുള്ളതാണ്. ഞങ്ങളുടെ പിണറായി വീണ്ടും വരും, നിന്നെയൊക്കെ കാണിച്ചു തരാം. കണ്ണൂരിൽ പാവപ്പെട്ട അനീഷ് ജോർജിനോട് അവിടുത്തെ പാർട്ടി ഗ്രാമത്തിലെ ഒരു സഖാവ് പറഞ്ഞു പോലെടാ, കള്ളവോട്ട് വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ നിന്നെ കാണിച്ചു തരാം. പാവം പോയി ആത്മഹത്യ ചെയ്ത്. അങ്ങനെയാണ് ആത്മഹത്യകൾ ഉണ്ടാവുന്നത്. കള്ളവോട്ടെ തൊട്ടാ നിന്റെ കാണിച്ചു തരാം. വീഡിയോകളൊക്കെ വരും. പി ദിവ്യ പറഞ്ഞു എൻ്റെ വീഡിയോകളൊക്കെ ഇങ്ങനെ ഞാൻ അവിടെ വരും, പിന്നെ നീ എണീറ്റ് നടക്കുകയല്ല എന്ന് പറഞ്ഞു കാണും ധന്യ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് എന്തറിയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങളാണ്. ഇതിന് കൂട്ടുനിന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ജയറാം പോലും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കണ്ട ഉടനെ അദ്ദേഹം ഒരു ഭക്തി ഇളകി അങ്ങോട്ട് ബാധ കയറിയതുപോലെ ഞാൻ തൊഴുത്. എങ്ങനെയാണ് ശബരിമല തൊഴണ്ടേ? അവിടെ വരെ പോയി തൊഴണ്ടേ? ശബരിമല ഇങ്ങ് വീട്ടിലോട്ട് വന്നല്ലോ എന്നുള്ള സന്തോഷം. മല എലിയിലേക്ക്, ശബരിമല വീട്ടിലോട്ട് വന്നു, ജയറാമിനെ അഴിക്കുള്ളിലോട്ട് പോകുക എന്നുള്ളത് കണ്ടറിയാം. മല എലിയിലേക്ക്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ കട്ടിൽ കിട്ടി വാസുവിന് പോട്ടെ, ഹൃദ്രോഗമായതുകൊണ്ടാണ്. പത്മകുമാറിനെ ഇവരിൽ നിന്നെല്ലാം മാറ്റി പഴയ MLA ആയിരുന്നുകൊണ്ട് അതാണ് നീതിയുടെ പീഠത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത് ജസ്റ്റിസിന്, നാച്ചുറൽ ജസ്റ്റിസിന് എതിരല്ലേ? അത് എന്താ മനുഷ്യനല്ലേ? ഈ ജനപ്രതിനിധി, ജനമാരാ നമ്മളല്ലേ? നമ്മളവിടെ കിടന്ന് കൊതുകടി കൊള്ളണം, മൂട്ട കൊള്ളണം. പക്ഷെ പത്മകുമാർ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേര് പോകുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിൽ നല്ല ഒന്നാന്തരം ചപ്പാത്തിയും ചിക്കനും കിട്ടുന്ന സ്ഥലത്ത് പണ്ടത്തെ ഉണ്ടൊന്നും കഴിക്കണ്ട. പിന്നെ സഖാക്കളെല്ലാം എത്തിക്കുമെന്നേ. കൊടിസുനിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടില്ലേ, അവിടെ ഫോൺ വിളിക്കാൻ. അതാണ് ഈ ചിരിച്ചിരിച്ചത്. എനിക്കൊരു കുഴപ്പമില്ലടാ, എൻ്റെ മക്കളെ ഞാൻ തിരുവനന്തപുരത്ത് പോകും, ചിലപ്പോൾ പാർട്ടി നേതാക്കളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് MLA ആയിട്ട് മത്സരിക്കുകയും ജയിക്കുകയും ചിലപ്പോൾ അടുത്ത മന്ത്രിയാവും. ഇതപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അയ്യപ്പൻ്റെ കാര്യം ഇനി അയ്യപ്പൻ തന്നെ നോക്കേണ്ടി വരും. അന്ന് പടവെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ട് പിന്നെ വാവരുസ്വാമിയുടെ കൂട്ടും പിടിച്ചുകൊണ്ട് പോയി ജയിച്ചു വന്നതുപോലെ ഇനി അയ്യപ്പനൊരു വാവരുസ്വാമിയും കൂടെ കൂടിക്കൊണ്ട് ഈ പടയങ്ങ് ജയിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒറ്റയാൾ പാടായിട്ട് അയ്യപ്പൻ ഇറങ്ങിയാൽ മോശമായില്ല. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പുലികളെയെല്ലാം കൂടെ പന്തളത്ത് കൊണ്ടുവന്ന് നാട്ടുകാരെയും അവിടെ രാജകൊട്ടാരത്തെയൊക്കെ വിറപ്പിച്ച ആളാ. ഞങ്ങൾ മോശമൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടുകാരനാണ് കേട്ടോ. ആരും മോശമാകാൻ പറഞ്ഞല്ലേ? അതേ ധൈര്യം കൊണ്ടായിരിക്കും എനിക്കിപ്പോൾ തലയ്ക്ക് മുകളിൽ കഴുത്തിന് മുകളിൽ തലയില്ലെങ്കിലും ഇതൊക്കെ പറയാനൊരു ധൈര്യം തോന്നുന്നു. അയ്യപ്പൻ്റെ മണ്ണിൽ ജനിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. തീർച്ചയായും.